ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോ മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ലോഞ്ച് ചെയ്തുള്ള പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ പേരാണ് സോസ്. അപ്പോൾ ഇതൊരു ടാപ്പ് ടു ഏൺ ഗെയിമാണ്. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇത് പ്ലേ ചെയ്യാനായിട്ട്. ഇതിൽ അല്ലെങ്കിൽ ഈ ഒരു സോസ് ടോക്കൺ നമ്മൾ മൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ടാപ്പ് ടു ഏൺ ഗെയിം എന്ന് വിചാരിക്കുമ്പോൾ 24 hours ടാപ്പ് ചെയ്തിരിക്കുന്ന ഗെയിമല്ല, ജസ്റ്റ് ഒരു ഡേ 24 hours ഒരു ഡേയിൽ നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്താൽ മതി, ഒരു ടാപ്പ് ചെയ്ത് പോയിൻറ്റ്സ് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ സോസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ മൈൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൊജക്റ്റ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ മെയിൻ റീസൺ അതല്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്ത് നോക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇറങ്ങാൻ പോകുന്നത് ഐസ് എന്ന് പറഞ്ഞ ഓപ്പൺ നെറ്റ്വർക്കിലാണ്. ഓക്കെ, അപ്പോൾ ഐസ് എന്ന് പറഞ്ഞ ഓപ്പൺ നെറ്റ്വർക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആണ്. ഇയോൺ എന്നാണ് പറയുക, ION, ഐസിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ബാക്കിയുള്ള ബ്ലോക്ക് ചെയിൻസ് ആയിട്ടുള്ള ഇതീരിയം, സൊളാന, അതുപോലെ ബൈനാൻസിൻ്റെ സ്മാർട്ട് ചെയിൻ, ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുതിയൊരു നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഈ ഐസ് എന്ന് പറഞ്ഞ ഈ നെറ്റ്വർക്കിന് ടോൺ നെറ്റ്വർക്കായിട്ടും ചെറുതായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊരു നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്നുള്ള രീതിയിൽ ഇവരിറക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ 100% സക്സസ് റേഷ്യോയ്ക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരൊരു എക്കോസിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇവർ ടെസ്റ്റ് നെറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മെയിൻ നെറ്റിക്ക് അടുത്ത് തന്നെ വരും. ഓക്കെ, അപ്പോൾ മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഇറക്കിയുള്ള പ്രോജക്റ്റുകളൊക്കെ എന്ത് ചെയ്യും, മിക്കതും അതിൻ്റെ എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി 9 million യൂസേഴ്സ് ഇതുവരെ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോസിലല്ല കേട്ടോ, ഈ ഐസിൻ്റെ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈനാൻസ്, ആർബിട്രം, ഇതീരിയം, സോളാന, അങ്ങനെയുള്ള മേജറായിട്ടുള്ള എന്താണ് നെറ്റ്വർക്കുകളൊക്കെ ഇവരായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഇവരുടെ ടോക്കണായിട്ടുള്ള ഐസ് ടോക്കൺ ഓൾറെഡി എല്ലാ ബിഗ്ഗസ്റ്റ് എന്താണ് ഡിസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും അതുപോലെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സോസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റ് ഇവർ 3ാമത്തെ പ്രൊജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് കുറേ നാളായിട്ട് ഇത് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഗ്രോത്ത് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ 2 പ്രോജക്റ്റാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. പക്ഷേ ഇത് ഇന്നാണ് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ടാപ്പ് ടു ഏൺ ഗെയിം അല്ല, പക്ഷേ യൂട്ടിലിറ്റി കോയിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിലെങ്ങനെയാണ് മൈനിങ് ചെയ്യുക, അല്ലെങ്കിൽ മൈനിങ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ, അത് ബോട്ടം പാർട്ടിക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു എസിൻ്റെ ഒരു എംബ്ലം കാണാൻ പറ്റും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, മൈനിങ് സ്റ്റോപ്പ് ആയിരിക്കുന്ന സമയത്ത് ഇതൊരു ബ്രൗൺ കളറിലായിരിക്കും കാണാം. നമ്മളത് ഒരു വട്ടം ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കളറിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് മൈൻ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മൈൻ ചെയ്യണത് 24 മണിക്കൂറാണ് മൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പോയിൻറ്റ്സ് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യണം, അത് മൈൻ ഓൺ ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ 24 മണിക്കൂറിലാണ് നമ്മളിതിങ്ങനെ മൈനിങ് വീണ്ടും വീണ്ടും ഓൺ ആക്കി വെക്കണം. അപ്പോൾ ഇത് മൈൻ ചെയ്യണതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 64 ടോക്കൺസ് ആണ്. ഓക്കെ, 1 ഹവറിൽ 64 ടോക്കൺസ് വെച്ചിട്ടാണ് ഇത് മൈൻ ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് മൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ സോസ് ടോക്കൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സോസിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. ആ ഒരു വിൻഡോയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ സ്റ്റോറിലേക്കുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ലിങ്ക് വഴി പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇമെയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, OTP വെരിഫിക്കേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ആയി കിട്ടുക. അതുപോലെ തന്നെ സോസ് കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് 24 ഹവറിൽ ഒരിക്കലും മൈൻ ചെയ്യണത്, കളക്ട് ചെയ്യണത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫറൽസ് വഴിയും നിങ്ങൾക്ക് ടോക്കൺസ് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ടാസ്കുകൾ ഉണ്ടായിരിക്കും. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഗെയിമിൽ ഫസ്റ്റായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2000 ടോക്കൺസാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, പക്ഷേ നിങ്ങൾ റെഫറൽസ് വഴിയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏണിങ്സ് കൂടിയിട്ട് 25% കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ 25% കൂടുമെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഏർണിംഗ് എന്ന് പറയുന്നത് 64 ടോക്കൺസ് പെർ അവറാണ്. ഓക്കെ, മൈൻ ചെയ്യുന്ന സ്പീഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 25% ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഒരു റെഫറിൽ വരുമ്പോൾ. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഇവിടെ റെഫറൽസിൽ ഞാനൊരാളെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യൂസർ 1 ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും 25% പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ
ആ റെഫറൽ വഴി നമുക്ക് എന്ത് കിട്ടും, റെഫർ ചെയ്യുന്ന ആൾക്കും 25% ഇൻക്രീസ്ഡ് ബൂസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ആ റെഫറിൽ വെച്ച് കയറുന്ന ആൾക്കും ഇൻക്രീസ്ഡ് ബൂസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ റെഫറലല്ലാതെ നേരിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് ഈ 25% എക്സ്ട്രാ ഏർണിംഗ് കപ്പാസിറ്റി നിങ്ങളുടെ ലോസ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം റെഫർ ചെയ്യണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബേസിക് അവറിൽ ഓരോ അവർ നിങ്ങൾ മൈൻ ചെയ്യുന്ന ടോക്കൺസിൻ്റെ എണ്ണം 25% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാലൻസ് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏണിംഗ് റേറ്റ്, ഇത് മൈൻ ചെയ്യുന്ന ഏണിംഗ് റേറ്റ്. അപ്പോൾ ബേസിക്കൽ റേറ്റ് 64 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. നിങ്ങൾ ഓരോരുത്തരും പുതിയതായിട്ട് റെഫറിൽ വെച്ച് ജോയിൻ ചെയ്യിക്കുന്ന വഴി നിങ്ങൾക്ക് 25% ആ ബേസിക് റേറ്റിൽ നിന്ന് എന്ത് ചെയ്യും, കൂടുതലായിട്ട് മൈൻ ചെയ്യാൻ പറ്റും. സോഴ്സ് ടോക്കണിലത്തെ അടുത്ത ഒരു ഫീച്ചറാണ്, അതായത് ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഗ്ലോബൽ റാങ്കിങ് ഇവിടെ മെയിൻ ഇൻ്റർഫേസിൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര റെഫറൽ നോക്കാൻ പറ്റും. മെയിനായിട്ടുള്ള സംബന്ധിച്ച് അഡോപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെവൽ 1, അതുപോലെ 22 ഓഗസ്റ്റ്, പിന്നെ അതുപോലെ 5 സെപ്റ്റംബർ, പിന്നെ 64 സോഴ്സ്, 32 സോഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഹാവിംഗ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിലുണ്ട്. ആ ബിറ്റ് കോയിൻ ഹാവിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സെയിം ഒരു മെക്കാനിസമാണ് ഇവർ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ 14 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വീക്ക് കഴിയുമ്പോൾ ഇതിൽ ഹാവിംഗ് നടക്കും. ഓക്കെ, ഹാവിംഗ് നടക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഏർണിംഗ് കപ്പാസിറ്റി പെർ അവർ 64 ടോക്കൺസ് ആണെന്നുണ്ടെങ്കിൽ 2 വീക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് 64 എന്നുള്ളത് എന്ത് ചെയ്യും, 32 ആവും. പിന്നെ 2 വീക്ക് കഴിയുമ്പോൾ 32 എന്നുള്ളത് 16 ആവും. പിന്നെ 8, 4, 2, 1, അര. ഓക്കെ, അങ്ങനെ 0.5 ടോക്കൺസ് പെർ അവർ ആവുന്നത് വഴി എന്ത് ചെയ്യും, ഓരോ 2 ആഴ്ച കൂടുമ്പോഴും അല്ലെങ്കിൽ 14 ദിവസം കൂടുമ്പോൾ ഇത് ഹാൽവിങ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് കപ്പാസിറ്റി നിങ്ങൾക്ക് അവർലി ഏൺ ചെയ്യുന്ന ടോക്കൺസിനാണ് 64 ആയിരിക്കും. ഇതന്നെ നിങ്ങൾ ഓരോ വീക്കുകൾ കഴിയുന്തോറും, ഓരോ ഹാൽവിങ് കഴിയുന്തോറും അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞ് ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ ഇത് 0.5 ആയിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് ഒരു അവറിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ 64 ടോക്കൺസ് എന്നാണ് എന്ത് ചെയ്യുക, ഹാൽവിങ് തുടങ്ങാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫറൽസ് വഴിയും പിന്നെ അതുപോലെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേറൊരു പ്ലെയറിൻ്റെ കപ്പാസിറ്റി ഏർണിംഗ് കപ്പാസിറ്റി 100 ടോക്കൺസ് പെർ അവറാന്ന് വയ്ക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഹാൽവിങ്ങിൻ്റെ ടൈം എത്തുമ്പോൾ ആ 100 എന്നുള്ളത് 50 ആയി മാറും. ഓക്കെ, അടുത്ത ഹാൽവിങ്ങിന് 50 എന്നുള്ളത് വീണ്ടും കൊണ്ടിട്ട് 25 ആവും. അങ്ങനെ 7 ഹാൽവിങ് ആണ് മൊത്തമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോർമലായിട്ടൊരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അവർ റെഫറൽസ് ഒന്നും ചെയ്തിട്ടില്ല, വേറെ ബൂസ്റ്റ് മെക്കാനിസം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് ഏർണിങ്സ് 64 ടോക്കൺസ് പെർ അവറിലായിരിക്കും നിൽക്കുക. അത് ഓരോ ഹാൽവിങ്ങിന് എന്ത് ചെയ്യും, കുറഞ്ഞ് 7 ഹാൽവിങ് കഴിയുമ്പോൾ എക്സാക്ട്ലി 0.5 ടോക്കൺസ് പെർ അവറിലായിട്ടും എത്തി നിൽക്കുക. പക്ഷേ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇപ്പോൾ 100 ടോക്കൺസ് പെർ അവറിലാണ് നിങ്ങളുടെ പ്രൊഫൈൽ നിൽക്കുന്നുണ്ടെങ്കിൽ 7 ഹാൽവിങ് കഴിയുമ്പോൾ എത്രത്തോളം ബാക്കി നിൽക്കുന്നുണ്ടോ അവിടെ എന്ത് ചെയ്യും വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹാൽവിങ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഇവർ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോക്കണിൻ്റെ അവൈലബിലിറ്റി സ്കേഴ്സ് ആക്കാനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരിക്കലും 2-3 ആഴ്ചകൾ അല്ലെങ്കിൽ 2-3 ഹാൽവിങ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടില്ല. അടുത്തതായിട്ട് സോഴ്സ് ടോക്കണിൽ അവർ ഇൻബിൽട്ടായിട്ട് കൊണ്ടുവന്നുള്ള മെക്കാനിസമാണ് സ്ലാഷിംഗ് എന്ന് പറഞ്ഞ മെക്കാനിസം. ഓക്കെ, അപ്പോൾ സ്ലാഷിംഗ് എന്ന് പറഞ്ഞ മെക്കാനിസം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് നോർമലി നമ്മൾ പല പ്ലേ ടു വൺ ഗെയിംസിലും അല്ലെങ്കിൽ മൈനിങ് ആപ്പിലും ചെയ്യുന്ന പോലെ നമുക്ക് ഇനാക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 30 ദിവസത്തിലധികം നമ്മൾ ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലാഷിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. ഓക്കെ, അപ്പോൾ അത് ഓരോ 30 ദിവസം നമ്മൾ ഇനാക്റ്റീവ് ആകുമ്പോഴാണ് ഈ ഒരു സ്ലാഷിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുക. അത് മാത്രമല്ല സ്ലാഷിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ഒരു പ്ലെയറിൻ്റെ കയ്യിൽ 20,000 ടോക്കൺസിൽ കൂടുതലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ലാഷിംഗ് എന്ന് പറഞ്ഞ മെക്കാനിസം എങ്ങനെ നടക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്ലെയറിൻ്റെ കയ്യിൽ ഒരു 1 lakh കോയിൻസ് ഉണ്ടെന്ന് വയ്ക്കുക. ആ ഒരു പ്ലെയർ 30 days ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ഇനാക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് മൈനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 20,000 ടോക്കൺസ് ഒഴിച്ച് ബാക്കി എല്ലാ ടോക്കൺസും എന്ത് ചെയ്യും, അവർ ബേൺ ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ അത് ബേൺ ചെയ്യുന്ന ടോക്കൺസ് നമുക്ക് ഈ ഒരു 30 ദിവസത്തിനിടയിൽ 8 ദിവസത്തിനും 30 ദിവസത്തിനും ഇടയിലായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അത് ഒരു വട്ടം മാത്രമേ റീക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ 1 lakh കോയിൻസുള്ള ഒരാൾക്കാണ് സ്ലാഷിങ് വരുന്നതെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിലത്തെ 80,000 ടോക്കൺസ് പോയിട്ട് റിമൈനിങ് 20,000 ടോക്കൺസ് മാത്രമേ ബാക്കിയിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു 1 million ടോക്കൺസ് ഉള്ള പ്ലെയർ ആണെങ്കിലും അയാൾ 30 days കണ്ടിന്യൂസ് ആയിട്ട് ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 20,000 മുകളിലുള്ള എല്ലാ ടോക്കൺസും ചെയ്യും അവർ സ്ലാഷ് ചെയ്ത് കളയും. അത് ഒരു തവണ മാത്രം നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, റീക്ലെയിം ചെയ്യാം. നമ്മുടെ സ്ലാഷിങ് വഴി
ലോസ് ആയ ടോക്കൺസ് റീക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് 8 ദിവസത്തിനും 30 ദിവസത്തിനും ഇടയിൽ ലോഗിൻ ചെയ്താലേ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ മെക്കാനിസംസ് വഴി, അതായത് ഹാൽവിങ്, സ്ലാഷിങ്, അപ്പോൾ ഇത്തരത്തിലുള്ള പല മെക്കാനിസംസ് വഴി ഇവർ ടോക്കണിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടോക്കൻ്റെ അവൈലബിലിറ്റി കുറച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ടൈപ്പിംഗ് ഗെയിംസിൽ നമുക്കറിയാം, അതായത് ഇപ്പോൾ 24 hours ടാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ മൈനിങ് കപ്പാസിറ്റി പല ആക്ടിവിറ്റീസ് വഴി കൂട്ടി വരുമ്പോൾ ആ ഒരു പ്ലെയറിന് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര പോയിൻറ്റ്സ് കൂടും, ടോക്കൺസ് ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അവർ പിന്നെ ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല, അവർ ജസ്റ്റ് ഇത് അവിടെ ഇട്ടിട്ട് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഒഴിവാക്കാനും അതുപോലെ ടോക്കൺസിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര സ്കേഴ്സ് ആക്കാനാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൽ ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് ആകുമെന്ന് പറയുമ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ച് ടാസ്കുകൾ ചെയ്യേണ്ട വരുന്നില്ല. ജസ്റ്റ് വൺ ഡേ ഒരു വട്ടം എന്ത് ചെയ്താൽ മതി, നമ്മളിതിൽ കയറിയിട്ട് ആ മൈനിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മെയിൻ ഇൻ്റർഫേസിൽ നമ്മൾ ബാലൻസിൻ്റെ ടാബ് സ്ലൈഡ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഗേജ്മെൻറ്റ് ഒരു ബാർ കാണാൻ പറ്റും. ഓക്കെ, അവിടെ സ്ട്രീക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡേയ്സ് ഓഫ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ദിവസം ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സ്ട്രീക്കിൽ വരും. അതുപോലെ തന്നെ എത്ര ദിവസം ലോഗിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഡേയ്സ് ഓഫിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവർ പ്രത്യേകം പറഞ്ഞിട്ട് അത് 6 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസിക്യൂട്ടീവായിട്ട് നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രീക്ക് 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഡേ ഓഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മെക്കാനിസംസ് ഇപ്പം നമുക്ക് അറിയില്ല എങ്ങനെ എക്സാക്ട്ലി എങ്ങനെയാണ് ഇത് വർക്കിംഗ് ആവുക എന്നുള്ളത്. കാരണം ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ സോഴ്സ് ടോക്കൻ്റെ എയർ ഡ്രോപ്പിൽ ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഹാൽവിങ്ങിൻ്റെ മെക്കാനിസമാണ്. ഓക്കെ, അപ്പോൾ ഈ ഹാൽവിങ് മെക്കാനിസം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, അങ്ങനെ ഒരു 14 days സ്റ്റാർട്ടിങ് ഒരു 14 days ഫാം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മൈൻ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ടോക്കൺസിൻ്റെ ഹാഫ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടാവും പെർ അവറിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വരുന്ന പ്ലെയേഴ്സിന് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു 2 weeks കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്ത് മൈൻ ചെയ്ത ഒരു പ്ലെയർ ഉണ്ടാക്കുന്നൊരു എമൗണ്ട് ഓഫ് പോയിൻറ്റ്സ് ഒരിക്കലും ലാസ്റ്റ് ഒരു 4 ഹാൽവിങ് സ്റ്റേജിൽ മൈൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാൽവിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഇത് മൈൻ ചെയ്ത് കളക്ട് ചെയ്യാൻ നോക്കുക ടോക്കൺസ്. കാരണം ഏറ്റവും കൂടുതൽ ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റുന്നൊരു ടൈം ഫസ്റ്റ് ഹാൽവിങ് ആണ്. അത് ഫസ്റ്റ് 14 ദിവസമാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇതിൽ പറഞ്ഞിട്ടുണ്ട് 7 ഹാൽവിങ് കഴിയുമ്പോൾ 0.5 ആയിരിക്കും എന്ത് വരിക, അവർലി മൈനിങ് പവർ. ഓക്കെ, അപ്പോൾ ഈ 0.5 ടോക്കൺസ് ഒരു അവറിൽ കിട്ടാന്ന് പറയുമ്പോൾ ഒരു ദിവസം ജസ്റ്റ് 12 ടോക്കൺസ് ആയി മാറും അവസാന ഘട്ടത്തേക്ക് വരുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടോക്കണാണ് 1 hour കിട്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 24 ടോക്കൺസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റാം. പക്ഷേ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ന് തൊട്ട് ഫസ്റ്റ് 14 ദിവസമൊക്കെ എന്താണ് 64 ടോക്കൺസാണ് നിങ്ങൾക്ക് ഒരു അവറിൽ നേടാൻ പറ്റാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം അറിഞ്ഞിട്ട് നമ്മളിത് പ്ലേ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഐസ് ഓപ്പൺ നെറ്റ്വർക്കിൻ്റെ ഇപ്പോൾ ടെസ്റ്റ് നെറ്റാണ് ഇപ്പോൾ കറൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിന് മെയിൻ നെറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ അതിലുള്ള പ്രൊജക്റ്റുകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ അവർ ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ ഓപ്പൺ നെറ്റ്വർക്കിലത്തെ ഇയോൺ ഓപ്പൺ നെറ്റ്വർക്കിലത്തെ സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം വെച്ചിട്ട് ഭയങ്കര ടോക്കണിൻ്റെ അവൈലബിലിറ്റി സ്കേഴ്സാണ്. ഇത് കൂടുതൽ പോപ്പുലർ ആവും തോറും ലേറ്റ് ആയിട്ട് വരുന്ന പ്ലെയേഴ്സിന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല. അപ്പോൾ എത്ര പ്ലെയേഴ്സിന് ഈ ഭാവിയിൽ വരാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യുന്ന പ്ലെയേഴ്സിന് അതിൻ്റേതായുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എയർ ഡ്രോപ്പിൻ്റെ ടൈമിൽ ടോക്കൺസിൻ്റെ യൂട്ടിലിറ്റി അതുപോലെ ടോക്കൺസിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മൈൻ ചെയ്ത് തുടങ്ങുന്നവർക്ക്.